ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ വീട്ടിലൊരാൾ കണ്ടോ വലുതായി. വേണ്ട നോക്കടി, ക്യാമറയിൽ നോക്കടി. നോക്കി നോക്കടി പറഞ്ഞപ്പോൾ നോക്കിയാണ്ടോ. അനുസരണുണ്ട് തിന്നാൻ കൊടുത്തതിന് നന്ദി എനിക്കുണ്ട്. അപ്പോൾ എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ ഭയങ്കര മടിയാണല്ലേ എല്ലാവർക്കും കമൻറ്റൊക്കെ ചെയ്യാൻ, ലൈക്കൊക്കെ അടിക്കാൻ കുറവാണ്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. എന്താണെങ്കിലും കറണ്ട് പോയി വിടാം ചെയ്യണേ. വെഹിക്കിൽ കണ്ട ജിങ്കാരന്മാരെ ഓടി വരുന്നത് ഇതിലൊക്കെ വലുതായിട്ടതാ, ഇതിലൊക്കെ വലുതായി. പിന്നെ നമ്മളെ കൂട്ടിൽ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോൾ ഫുഡ് ഇട്ട് കൊടുത്താണ്. പോലൊക്കെ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട കുറേ ആരോ പറയുന്നുണ്ട് തുമ്മണ് വേണ്ട. പോലൊക്കെ ഫുഡ് കഴിക്കുകയാണ്. വലിയവും ചെറുതും എല്ലാം കൂടി ഉണ്ട് കേട്ടോ, മിക്സായിട്ടാക്കി ഇട്ടതാ. കൂട് റെഡിയാക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടതാ. പിന്നെ അവരൊക്കെ എനിക്കൊന്നും പിന്നെ എത്ര കൊടുത്താലും പോരട്ടെ എന്നറിയും. അപ്പോൾ ഞാൻ ഫയറൊക്കെ ഫുള്ളാക്കി ഇട്ടെടുത്താട്ടോ. പിന്നെ എന്തെല്ലാം വിശേഷം? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അല്ലേ, കുറേ ആൾക്കാരൊക്കെ കണ്ടിരുന്നു. അപ്പം നമ്മൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം വ്യൂസൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് പിന്നെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞത് തന്നെയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് ഇട്ടിട്ട് പണി തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയമാണ്, വേറൊന്നുമില്ല. ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചായിരിക്കും. എനിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു അയ്യടാന്നാണല്ലോ. കിണറിൻ്റെ മുകളിൽ കുറേ സാധനം പെറുക്കി വെച്ചാണ്, വല താഴോട്ട് താന്നാണ്, നെറ്റും മറ്റേ ഇതൊക്കെ എല്ലാം കൂടി. അപ്പം അങ്ങനെയാണ് ഗൈസ്. പിന്നെ എന്തെല്ലാം എല്ലാവരെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയട്ടോ. പിന്നെ ഇന്നിപ്പോൾ മഴ പെയ്തില്ല. മഴ അങ്ങനെ പെയ്യാനുള്ള ഒരുക്കത്തിൽ കാണും. ചിലപ്പോൾ പെയ്യായിരിക്കും, ചിലപ്പോൾ പെയ്യൂല. നമുക്കിനി ഇത് അവിടെയാണ് പണിയുള്ളത് ഗൈസ്. ഈ ഒരു ഭാഗം നന്നായിട്ട് കെട്ടിപ്പൊക്കണതാണ്ടോ. ഫൗണ്ടേഷനാണ് ഈ കാണുന്നത്. ഇത് തറയും ഇത്രയും ഭാഗം മണ്ണിനടിയിൽ പോകേണ്ടത് പോയിത്തോണ്ട് ഇപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലാണ് ഞാൻ. അത് റെഡിയാക്കിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇച്ചിരി മുറ്റമൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനും. അപ്പം അത് റെഡിയാക്കാത്തതുകൊണ്ട് തന്നെ കണ്ടോ ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ ഫൗണ്ടേഷന് തറയൊക്കെ ഏതൊക്കെ ലെവല് പോയി കിടക്കുന്നുണ്ട്. ഇവരിൻ്റെ പുറകെ വരിക. അതാണ്ടോ ഇവരപ്പോൾ കൂട്ടുന്ന കുറച്ച് ആൾക്കാർ വലിയവരുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടുന്ന വിലയൊക്കെ തുറന്നിട്ടേനെ. അപ്പോൾ ഇവരിൻ്റെ പുറകെ വരിക. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ? ഞാനിന്ന് ഉച്ചയ്ക്ക് ഇത് പറിക്കണം എന്ന് വിചാരിച്ചതിന്. കണ്ടോ തോരൻ വെക്കണം എന്നൊക്കെ വിചാരിച്ചതിനെ. പക്ഷേങ്കിൽ അപ്പോഴാണ് ഇവിടെ കേബേജ് കൊണ്ടുവച്ചത് ഉള്ളത് ഓർമ്മ വന്നത്. ഇല്ലോ തേനുണ്ടോ, നല്ല വെള്ളം വരെ. എന്തൊരു മധുരം! എൻ്റെ അമ്മ ഭയങ്കര ഇതാട്ടോ, നല്ല മധുരമുള്ള സാധനം ഇതിൻ്റെ അകത്തുണ്ട്. ഉറ്റിപ്പോയത് കണ്ട്. ഉറുമ്പും ഉണ്ട്, കാണിച്ചു തരാനേ. ഒരു കയ്യിൽ ക്യാമറയും കണ്ട, അതിൻ്റെ ഉള്ളിൽ എന്താ ഒരു വെള്ളം പോലത്തെ സാധനം കണ്ടതാ. നല്ല മധുരം. കുറേ ഉറുമ്പുകൾ തിന്ന് തീർത്തും തോന്നുന്നുണ്ട്. മധുരമുണ്ട്. ഇതെന്നാ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. മക്കൾക്കൊക്കെ കൊടുക്കേണ്ടി വരും, ഞാൻ ഒറ്റയ്ക്ക് തിന്നാളുടെ. നല്ല മധുരമുണ്ട്. ഇനിയിപ്പോൾ ഇല പൂക്കണ സമയം ഉണ്ടോ. തേനീച്ച കണ്ടോ? ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ള ഇല പൂക്കണ സമയമായി. തേനീച്ച വരൽ തുടങ്ങുമെന്ന്. ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് തേനീച്ച ഇല പൂക്കുന്ന സമയം കൊണ്ട് വരും. കിട്ടുന്നില്ല കേട്ടോ. എന്തൊരു ഉറപ്പാ. ഒന്നാമതേക്ക് ഹൈറ്റ് എത്താത്തതുകൊണ്ടാണ് കേട്ടോ. തേനീച്ച കുത്തല്ലേ എടോ. തേനീച്ച കുത്തിയിട്ടൊക്കെ മരിച്ചിരിക്കുന്നു.
അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ എന്താ പറയുക, ചാനൽ തുറന്നാൽ കുറ്റവും കുറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഫുൾ പരവപ്പുള്ള വീഡിയോസാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒന്നും എന്തായാലും പരവപ്പുള്ളതൊന്നും ഇട്ടിട്ട് നമുക്കൊന്നാമത് ശീലമല്ല. പിന്നെ ഇവിടെ വെച്ചാൽ എനിക്ക് നന്നായിട്ട് പറിക്കല്ലേ, നിങ്ങൾ കാണുന്നുണ്ട്, കാണും ചെയ്യും, എനിക്ക് പറിക്കുകയും ചെയ്യാം. വാവ്, ഈ ഐഡിയ എന്ത് നേരത്തെ തോന്നാൻ നമ്മൾ എല്ലാം കാണുകയും ചെയ്യും, പറിക്കുകയും ചെയ്യും. പൂള് തന്നീച്ചേ കുത്തല്ലേ പൂ. ഓ, ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. മിക്കവാറും ഞാൻ കുത്ത് മേടിക്കും. പാവം ഒരു കുടിച്ചോട്ടല്ലേ, ഒരു തേനീച്ച ഇന്നെ കുത്തും അല്ലെങ്കിൽ ഉണ്ടായിരുന്ന നിറച്ച് തേനീച്ച, ഒന്നും രണ്ടൊന്നുമല്ല, കുറേ എണ്ണുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണക്കാരെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്കങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ഇട്ട് കയറി ടൈം കളയാറുമില്ല. നല്ല മധുരം കൈമലൊക്കെ ആയതുണ്ടോ, നല്ല മധുരമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും പിന്നെ എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് ഈ പിടിക്കാസുള്ളതുകൊണ്ട് അതൊന്നും നടക്കില്ല ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നാളെ ഏതായാലും ഇത് തോരൻ വെച്ചിട്ട്, തോരൻ വെക്കണം, പറിച്ചിട്ട് നാളെ വെക്കും. പിന്നെ എൻ്റെ അമ്മ പറിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തുള്ളൊരു കൊലയുമെന്ന് ഞാൻ പൊട്ടിച്ചതാണ്, അത് ഞാൻ പൊട്ടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് വേണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതുവരെ ആയിട്ട് മൂലം അത് പറിച്ചിട്ടില്ല. പറിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ നാളെ പറിക്കാം. അപ്പോൾ ഏതായാലും എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം കറണ്ട് വന്ന് അമ്മോ, കറണ്ട് വന്ന സ്ഥിതിക്ക് ഞാൻ കൂട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം കോഴിമക്കളെ കാണിച്ചു തരാം. അതാ ഈ ഒരു കോഴിക്കുട്ടീനെ കണ്ട, ഇതുണ്ടല്ലോ ഞൊണ്ടിയായിട്ട് നടക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഏഞ്ഞ് ഭക്ഷണം കഴിക്കലായിട്ട്. അപ്പോൾ കണ്ടോ ഓടുന്നുണ്ടോ. ഞാൻ ഇത് കൂട്ട് തന്നെയും. അപ്പോൾ ഞാൻ അതിനെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇട്ട്. അപ്പോൾ അതിനുശേഷം അത് ഇവർ ഫുഡൊക്കെ കഴിച്ച് ഇതാ കണ്ടോ, ചൂട് കൊള്ളും. അതുണ്ടോ കണ്ടില്ലേ, ഞാൻ ഫുള്ള് ഭക്ഷണം ഇട്ട് കൊടുത്തു. അപ്പോൾ രാത്രി ലൈറ്റ് ഇടും. അപ്പോൾ കണ്ടോ, കാണുന്നുണ്ടോ, ഒരു കറണ്ട് വന്നപ്പോൾ അതിൻ്റെ വെളിച്ചത്തേക്ക് പോയതാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.